അപ്പോൾ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റാണ് നമ്മൾ അടുത്തത്. അപ്പോൾ ഡാമ്പിങ്ങിലേക്ക് കൂടെ നമ്മൾ കടക്കാൻ പോവുകയാണ്. ഡാമ്പിംഗ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടു വൈബ്രേഷനാണ്. നമ്മൾ എന്തെങ്കിലും റെസിസ്റ്റൻസ് ടു വൈബ്രേറ്റിംഗ് ബോഡിക്ക് പ്രൊവൈഡ് ചെയ്താൽ അതിനെ നമുക്ക് ഡാമ്പിംഗ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു വൈബ്രേറ്റിംഗ് ബോഡി ഉണ്ടെങ്കിലും, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇത് നമ്മുടെ ഒരു എന്താണ് നോക്കുക, നമ്മളൊരു സ്പ്രിങ് ആണ് നോക്കുക. അപ്പോൾ അതിൻ്റെ അറ്റത്ത് എന്തുണ്ട്, മാസമുണ്ട്. അപ്പോൾ ഈ മാസിൻ്റെ പ്രത്യേകത എന്താണ്? ഈ മാസ് എന്ന് പറയുന്നത് ഇതിപ്പോൾ മീൻ പൊസിഷനിലാണ്. നമ്മൾ ലോഞ്ച് വൈബ്രേഷൻ ആണെങ്കിൽ അറിയാമല്ലോ, ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാക്കി പിന്നെ അങ്ങ് വിട്ട് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വൈബ്രേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ദ പാർട്ടിക്കിൾ അണ്ടർ വൈബ്രേഷൻ ഈസ് മൂവിങ് പാരലൽ ടു ദ ആക്സ് ഓഫ് ദ ഷാഫ്റ്റ്. അപ്പോൾ ഇത് ലോഞ്ച് വൈബ്രേഷൻ എക്സാമ്പിളാണ്. അപ്പോൾ ഈ ഒരു ഷാഫ്റ്റിൽ നമ്മൾ ഈ അസിസ്റ്റൻസ് കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുത്താൽ അതിനെയാണ് നമ്മൾ എന്ത് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്? ഇറ്റ് ഈസ് നോൺ ആസ് ദ ഡാമ്പിംഗ് ഫോഴ്സ്. അതിനെ നമ്മൾ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഡാമ്പിംഗ് ഫോഴ്സ് വെച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സാധനമാണ് ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റ്. സിമ്പിൾ ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് ആക്ച്വലി ഇതിന് മുമ്പ് ഒരു തിയറിയും കൂടെ പറയാനുണ്ട്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എങ്ങനെ നമുക്ക് ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യാം. വിസ്കസ് ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൂളം ഡാമ്പിംഗ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഡാമ്പിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാമ്പിംഗ് ഉണ്ട്. അപ്പോൾ ഡാമ്പിങ്ങിനെ കുറിച്ച് ഒരു വിസ്കസ് ഡാമ്പിംഗ് ഒക്കെ മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ്. നമ്മളൊരു ഫ്ലൂയിഡ് ഡാഷ്പോട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാമ്പർ സെറ്റ് ചെയ്ത് നമ്മൾ വിസ്കസ് ഡാമ്പിങ് എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ചില സ്ഥലത്ത് ഡോർ അടയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു സിലിണ്ടർ യൂണിറ്റ് പോലെ ഒരു സാധനം വെച്ചിട്ടില്ലേ, ഫ്ലൂയിഡ് ഡാഷ്പോട്ട് എന്ന് പറയും. ഈ സാധനം എന്ന് പറയുന്നത് ഡാമ്പറാണ്. ആക്ച്വലി ഇത് പതുക്കെ അടയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സാധനം അല്ലേ. പതുക്കെ അടയാൻ വേണ്ടി കാര്യം എന്ന് പറഞ്ഞാൽ തിരിച്ച് വരുമ്പോഴത്തേക്ക് അതിനൊരു റെസിസ്റ്റൻസ്, അങ്ങോട്ട് ഒരു ഫ്ലൂയിഡ് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ എന്ത് ചെയ്യുന്നത്, ആ ഡോർ എന്ന് പറയുന്നത് നമ്മൾ തിരിച്ച് വിടുമ്പോഴത്തേക്ക് പയ്യെ അടഞ്ഞു വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. അതായത് ആ ഒരു വൈബ്രേറ്റർ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ആ ബോഡിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, ആ ബോഡിയുടെ മോഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഡാമ്പിംഗ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അത് എങ്ങനെ നടക്കുന്നു ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് പറയാം. കാര്യം നമുക്കിത് തിയറി എടുത്തുകൊണ്ട് ഇത് മൊത്തം എഴുതിയാലേ ഇനി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഇത് നമുക്ക് പറയാം. അപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ ഇതൊരു ഫ്ലൂയിഡ് ഡാഷ്പോർട്ടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസ് വരുന്നത് നമ്മുടെ ഈ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിനകത്ത് ഫ്ലൂയിഡ് ഫിൽഡാണ്. അപ്പോൾ ഈ ഫ്ലൂയിഡ് ഫിൽഡായിട്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയും എന്താണ് ചെറിയൊരു ക്ലിയറൻസ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ക്ലിയറൻസ് സ്പേസ് കൂടി ഇപ്പം നമുക്ക് ഇങ്ങോട്ടേക്കാണ് ഇപ്പോൾ പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുകയാണെന്ന് നോക്കുക. താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് പ്രഷറൈസ് ചെയ്യപ്പെടും. ഈ പ്രഷറൈസ് ചെയ്യപ്പെടുമ്പോഴത്തേക്ക് ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഈ ക്ലിയറൻസ് സ്പേസ് കൂടി സ്ക്യൂസ് ചെയ്ത് ഇപ്പുറത്തേക്ക് ചാടും. അപ്പം ഒരു റെസിസ്റ്റൻസ് ഓൾറെഡി ഉണ്ട്, പക്ഷേ ഈ സ്ക്യൂസിങ് ഇതുവഴി നമ്മളെ ഫ്ലൂയിഡ് സ്പേസ്, ഈ ഒരു ചെറിയ ക്ലിയറൻസ് സ്പേസ് വഴി ഫ്ലൂയിഡ് അങ്ങ് അപ്പുറത്തേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് അവിടെ മൂവ്മെൻറ്റ് സാധ്യമാകുന്നുണ്ട്. പിസ്റ്റൺ താഴേക്ക് വരും, പക്ഷേ ഒരു റെസിസ്റ്റൻസ് എപ്പോഴും എന്ത് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഇങ്ങ് താഴെ പിസ്റ്റൺ വരുന്നതിന് പകരം ഒരു റെസിസ്റ്റൻസ് ടു ആ മോഷൻ അതെന്ത് ചെയ്യുന്നു, നടക്കുന്നുണ്ട്. ഇത് പിസ്റ്റൺ താഴേക്ക് വരുമ്പോഴും ഇതേപോലെ തന്നെയാണ്. ഇത് ഏതെങ്കിലും ഒരു വൈബ്രേറ്റിംഗ് ബോഡിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതൊരു ഫ്ലൂയിഡ് ഡാഷ്പോർട്ടാണ്, ഇതൊരു ഡാമ്പറിന് എക്സാമ്പിളാണ്. അപ്പം ഇങ്ങനെയുള്ള ഡാഷ്പോർട്ടുകളാണ് നമ്മൾ ഡാമ്പേഴ്സായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ഡാമ്പിങ്ങിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പ് അത് പറയേണ്ടതാണ്. തിയറി എന്ന് പറയുന്ന തിയറി ആയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ അത് എഴുതി വെക്കണം, അത് എഴുതി വെക്കുന്നത് സമയം പോകും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വേണ്ട മെയിനായിട്ടുള്ള ടോപ്പിക്സ്, അതായത് നമുക്ക് ആ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ എന്താണ് ഡാമ്പിങ് എന്നുള്ളത്, അത് വെച്ചിട്ട് നമുക്ക് ബാക്കി മുന്നോട്ട് പോകാം. അപ്പോൾ ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റ് എന്ന് പറയുന്ന സാധനം ഡിഫൈൻ ചെയ്യുന്നത്, നമുക്ക് ഏതൊരു വൈബ്രേറ്റിംഗ് ബോഡി ഉണ്ടെങ്കിലും അവിടെ ഒരു ഡാമ്പിംഗ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ആ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഈ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ വൈബ്രേഷന് എഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഫോഴ്സ് ഡാമ്പിംഗ് ഫോഴ്സ് വിച്ച് ഈസ് F(D) എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഈ ബോഡിയുടെ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ബോഡിയിൽ അല്ലെങ്കിൽ ഈ വൈബ്രേറ്റിംഗ് ബോഡിക്ക് ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് എഗെയിൻസ്റ്റ് ദ മോഷൻ ഓഫ് ദാറ്റ് വൈബ്രേറ്റിംഗ് ബോഡി, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ദ വൈബ്രേഷൻ ഞാൻ കൊടുക്കുന്ന ഫോഴ്സാണ് ഇവിടുത്തെ ഡാമ്പിംഗ് ഫോഴ്സ്, അല്ലെങ്കിൽ F(D) എന്നുകൊണ്ട് നമ്മൾ നോട്ട് ചെയ്യുന്ന സാധനം. അപ്പോൾ ഇങ്ങനെ എഗെയിൻസ്റ്റ് കൊടുക്കുമ്പോൾ ഈ ബോഡിയുടെ വെലോസിറ്റിക്ക് ഡിഫറൻസ് സംഭവിക്കും അല്ലേ. നമ്മൾ സാധാരണ ഡാമ്പർ ഇല്ലാത്ത ഡോറാണെങ്കിൽ അടയുകയാണെങ്കിൽ പെട്ടെന്ന് വന്ന് അടയും. ഡാമ്പർ വെച്ചിരിക്കുന്ന ഡോറാണെങ്കിൽ പയ്യെ അടയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് അഫക്ട്സ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി. ദാറ്റ് മീൻസ് ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യപ്പെടുന്നുണ്ട് എഗെയിൻസ്റ്റ് ദ മോഷൻ. ദെൻ ദ വെലോസിറ്റി വിൽ ചേഞ്ച് ആവും. അപ്പോൾ എന്ത് സംഭവിക്കും, അപ്പം അവിടെ ഈ ഒരു ബോഡിക്ക് ഒരു വെലോസിറ്റി ഉണ്ടെന്ന് നോക്കാം. വെലോസിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമുക്കിങ്ങനെ പറയാൻ പറ്റും, ഈ എക്സ് എന്ന് പറയുന്നതാണ് ഈ ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് dx/dt ആയിരിക്കില്ലേ. വെലോസിറ്റി ഓഫ് ദാറ്റ് ബോഡി എക്സ് ഡോട്ട് ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ദാറ്റ് ഈസ് dx/dt. എക്സ് വെച്ചിട്ട് മുകളിലൊരു ഡോട്ട്.
എന്ന് പറഞ്ഞാൽ അതൊരു ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്, എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്നുള്ള അർത്ഥം വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു വെലോസിറ്റി എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. അങ്ങനെയാണെങ്കിൽ ദ ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റ് സ്മാൾ ലെറ്റർ സി എന്ന് പറയുന്ന ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റ് ഈസ് ഗിവൺ ബൈ സി ഈസ് ഈക്വൽ ടു ഇത്രയേ ഉള്ളൂ, ഡാമ്പിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റ് സ്മാൾ ലെറ്റർ സി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഡാംപ്ഡ് വൈബ്രേഷൻസ് വരുമ്പോൾ. അപ്പോൾ സി ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം, ഡാമ്പിംഗ് ഫോഴ്സിന് പറയാം, നമുക്ക് എന്ത് പറയാം, എഫ് ഡി ഡിവൈഡഡ് ബൈ വെലോസിറ്റി എക്സ് ഡോട്ട് എന്ന് പറഞ്ഞ് നമുക്കൊരു ഇക്വേഷനായിട്ട് അത് ഫോമുലേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷനാണ്. നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ആയിരിക്കും നമ്മുടെ ഡാമ്പിയുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻസ് വരുമ്പോഴത്തേക്ക് അവിടുത്തെ ഡെറിവേഷൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ആലോചിച്ചിരിക്കുക. സി എന്ന് പറയുന്നത് ഡാമ്പിംഗ് ഫോഴ്സിന് വെലോസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഡാമ്പിംഗ് ഫോഴ്സും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ എന്താണ്, ഫോഴ്സ് ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂട്ടണിലായിരിക്കും അല്ലേ, ഡിവൈഡഡ് ബൈ വെലോസിറ്റി എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ എന്തെന്ന് പറയാം, യൂണിറ്റ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റും. ഇതാണ് ഡാമ്പിംഗ് കോഎഫിഷ്യന്റ്. ഇനി ഡാമ്പേഴ്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോർമലി ഡാമ്പേഴ്സ് സീരീസിൽ വരാം, പാരലലിൽ വരാം. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റും നമ്മൾ അതും കൂടി ഇതിൽ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഡാമ്പേഴ്സ് സീരീസിലാണ് വരുന്നതെങ്കിൽ എല്ലാ ഡാമ്പറും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കൊരു ഒറ്റ ഡാമ്പറായിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ സി എന്ന് പറയുന്ന ആ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് വിത്ത് റെസ്പെക്ട് നമുക്ക് അതിൻ്റെ ഡെറിവേഷനോ പ്രോബ്ലംസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ സ്റ്റിഫ്നെസ് സ്പ്രിങ് സീരീസും പാരലലും വരുന്ന അതേ കൺസെപ്റ്റാണ് ഡാമ്പിങ്. അപ്പോൾ ഒരു ഡാംപ്ഡ് വൈബ്രേഷനിൽ നമ്മളൊരു സ്പ്രിങ് മാസ് സിസ്റ്റം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നറിയോ, ഡാമ്പേഴ്സ് ഇൻ സീരീസ് വരുന്ന കണ്ടീഷനാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ് പറഞ്ഞ പോലെ ഈ ഡാമ്പേഴ്സ് ഒന്നിൽ കൂടുതൽ ഡാമ്പേഴ്സ് ഒന്നുകിൽ സീരീസായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് പാരലായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് സമയത്തും ഇക്വലൻറ്റ് ഡാമ്പിംഗ് കോയിഫിഷ്യൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. അപ്പോൾ ഇക്വലൻറ്റ് ഡാമ്പിംഗ് കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ സി ഇക്വലൻറ്റ്, അതായത് കെ ഇക്വലൻ്റ് എന്നും പറഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചത്, നമ്മുടെ സ്റ്റിഫ്നെസ് ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ് പഠിച്ച മാതിരി ഇവിടെ ഇക്വലൻറ്റ് ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റ് പറയാനും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ജസ്റ്റ് ഡെറിവേഷൻ പോലെയൊന്നും ഞാൻ ജസ്റ്റ് പറയുന്നില്ല, നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം എന്ത് ചെയ്യുക, അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡാമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻ സീരീസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഡാമ്പേഴ്സ് വിച്ച് ആർ ഇൻ സീരീസ് കണക്ഷൻ, ഡാമ്പേഴ്സ് ഇൻ സീരീസ്. ഇപ്പോൾ ഡാമ്പേഴ്സ് സീരീസ് ആകുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഡാംപ്ഡ് വൈബ്രേഷൻസ് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു സ്പ്രിങ് മാസ് മാത്രമല്ല, അവിടെ എന്തും കൂടെ വരും, ഒരു ഡാമ്പറും കൂടി അവിടെ എന്തായാലും വരും ഡാമ്പിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് സീരീസ് ആയിട്ട് കുറേ ഡാമ്പേഴ്സ് വന്നാൽ ആ ഡാമ്പർ നമ്മളിങ്ങനെ ഫ്ലൂയിഡ് ഡാഷ്ബോർഡ് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഇങ്ങനെ ഒരു സിലിണ്ടർ മാതിരി, ഇവിടെ ഒരു പിസ്റ്റൺ പോലെ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്. അപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ് ആണ് നമ്മളെ ഡാമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പം സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റിൽ നമുക്കിത് കാണിക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു ഡാമ്പർ ഉണ്ടെന്ന് നോക്കാം, ആ ഡാമ്പറിൻ്റെ അറ്റത്ത് അടുത്തൊരു ഡാമ്പറുണ്ട്, പിന്നെ അതിൻ്റെ അറ്റത്ത് വേറൊരു ഡാമ്പറുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ 3 ഡാമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഓരോ ഡാമ്പേഴ്സിനും എന്തുണ്ട്, ഓരോ കോയിഫിഷ്യൻറ്റ് കാണും അല്ലേ. എന്ത് കോയിഫിഷ്യൻറ്റ്, ഇത് മാറിപ്പോകരുത്, ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് ആണ്. ഓക്കെ, ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റ് C1, അടുത്തതിന് C2, അടുത്തതിന് C3, അങ്ങനെ 3 ഡാമ്പിംഗ് കോയിഫിഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു ഈക്വലൻ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പ്രിങ് ആണെങ്കിൽ അതിനൊരു സ്റ്റിഫ്നെസ് ഉണ്ടാവും, ഈക്വലൻ്റ് സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിങ്സ് വിച്ച് ആർ ഇൻ സീരീസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഡാമ്പറിൻ്റെ കേസിൽ എന്ത് വരുമെന്ന് വെച്ചാൽ നമുക്കിവിടെ നമുക്കൊരു സ്പ്രിങ്ങും പിന്നെ ഇവിടെ എന്താണ് ഒരു മാസും ഉള്ള ഒരു സിസ്റ്റമായിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യണം. ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റ എന്താണ് ഡാമ്പർ എന്നുള്ള രീതി റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഡാമ്പറിൻ്റെ എന്താണ് കോയിഫിഷ്യൻ്റാണ് നമ്മൾ ഇക്വലൻ്റ് ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാമ്പേഴ്സ് സീരീസ് ആവുമ്പോൾ, ഇത് സീരീസ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇനി വീണ്ടും പറയേണ്ട കാര്യമില്ല, കാര്യം സ്പ്രിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എന്തുകൊണ്ടാണ് സീരീസ് കണക്ഷനായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഒരു ഡാമ്പറിൻ്റെ അറ്റത്ത് അടുത്ത ഡാമ്പർ, ആ ഡാമ്പറിൻ്റെ അറ്റത്ത് അടുത്ത ഡാമ്പർ. അപ്പോൾ ഈ 3 ഡാമ്പേഴ്സ് നമുക്ക് എന്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം, സീരീസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ സീരീസ് കണക്ഷനിൽ നമ്മൾ ഇക്വലൻ്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിച്ച അതേ ഇക്വേഷൻ 1/Kക്ക് പകരം 1/C ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്താൽ മതി, 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. അപ്പം C ഇക്വലൻ്റ് കണ്ടുപിടിക്കാൻ ഇതാണ് ഇക്വേഷൻ.
ഡാമ്പേഴ്സ് എന്തിലാവുമ്പോൾ സീരീസിലാവുമ്പോൾ. ഇനി ഡാമ്പേഴ്സ് ഇൻ പാരലൽ, അതും നിങ്ങൾക്കിപ്പം ഏകദേശം മനസ്സിലായിക്കൊണ്ടുണ്ടാവും. ഡാമ്പേഴ്സ് ഇൻ പാരലൽ കണക്ഷൻ. അപ്പോൾ പാരലൽ കണക്ഷൻ ആകുമ്പോൾ എങ്ങനെയായിരിക്കും അത് ഇരിക്കുന്നുണ്ടാവുക? പാരലൽ ആകുമ്പോഴത്തേക്ക് അത് ഇരിക്കുന്നുണ്ടാവുക എങ്ങനെയാണ്? നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന സാധനമാണ്. നമ്മൾ നേരത്തെ സ്പ്രിങ്സ് ഇൻ പാരലൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്, ഇവിടെ ഒരു ഒരു മാസ് സിസ്റ്റം ഉണ്ട്, സ്പ്രിങ് മാസ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഡാമ്പേഴ്സ് എന്ന് പറയുന്നത് പാരലൽ ആവണമെങ്കിൽ ഇവിടെ ഒരു ഡാമ്പർ ഉണ്ടെന്ന് വെക്കുക, വിച്ച് ഈസ് ഹാവിങ് ഈ സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് ഒക്കെ ആണ്. ഡാമ്പറിൻ്റെ കോയിഫിഷ്യൻറ്റ്, ഡാമ്പിങ് കോയിഫിഷ്യൻറ്റ് C1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് തൊട്ടപ്പുറത്ത് ഇതേ മാസിൽ അപ്പുറത്തൊരു ഡാമ്പർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഡാമ്പിങ് കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ C2. പിന്നെ അതേമാതിരി അപ്പുറത്ത് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ രണ്ട് ഡാമ്പേഴ്സും പാരലാണ്. അതായത് ഒരേ മാസ് ഈ ഒരു ഡാമ്പറിൻ്റെ അറ്റത്ത് മാസമല്ല വരുന്നത്. C1 എന്ന് പറയുന്ന ഡാമ്പിങ് കോയിഫിഷ്യൻ്റുള്ള ഡാമ്പറിൻ്റെ അറ്റത്ത് ഒരു മാസമാണ് വരുന്നത്. C2 എന്ന് പറയുന്ന ഡാമ്പിങ് കോയിഫിഷ്യൻ്റുള്ള ഈ ഡാമ്പറിൻ്റെ അറ്റത്ത് മാസമാണ്, സെയിം മാസമാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഡാമ്പേഴ്സും എന്താണെന്ന് പറയാൻ പറ്റും? ദേ ആർ ഇൻ പാരലൽ കണക്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് ഒറ്റ ഡാമ്പറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സ്പ്രിങ് ഇവിടെ ഉണ്ടാവും, പിന്നെ ഇവിടെ ഒരു മാസ് സിസ്റ്റം ഉണ്ടാവും, ആ സ്പ്രിങ്ങിന് ഒരു സ്റ്റിഫ്നെസ് K ഉണ്ടാവും, പിന്നെ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റ ഡാമ്പറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഡാമ്പറിൻ്റെ കോയിഫിഷ്യൻ്റ്, ഡാമ്പിങ് കോയിഫിഷ്യൻ്റാണ് C ഇക്വലൻ്റ് എന്ന് പറയുന്നത്. അത് C1 C2 മാത്രം, ഇവിടെ C3 ഞാൻ വരച്ചില്ല. C1 C2 ആയാലും C3 ഉണ്ടെങ്കിൽ അപ്പുറത്തോട്ട് ചെയ്യും. അപ്പോൾ C ഇക്വലൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/C ഇക്വലൻ്റ് അല്ല, അതെന്ത് ചെയ്താൽ മതി? C1 + C2. റെസിസ്റ്റൻസിൻ്റെ നേരെ തിരിച്ചുള്ള കണ്ടീഷൻ എന്നാലോചിക്കുക, അല്ലെങ്കിൽ സ്പ്രിങ്ങിൻ്റെ സെയിം കണ്ടീഷൻ എന്നാലോചിക്കുക. ഇതാണ് എഫക്റ്റീവ് ഡാമ്പിങ് കോയിഫിഷ്യൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇക്വലൻ്റ് ഡാമ്പിങ് കോയിഫിഷ്യൻസ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഈ ഡാമ്പിങ് കോയിഫിഷ്യൻറ്റിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം ഇനി നമുക്ക് പറയാനായിട്ടുള്ളത് അതായത് ഒരു ഫ്രീ ഡാംപ്ഡ് ലോഞ്ചിറ്റ്യൂണൽ വൈബ്രേഷൻസിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആണ് നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. വിസ്കസ് ഡാമ്പിംഗ് ആണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് നാച്ചുറൽ ഫ്രീക്വൻസി, ഈ പ്രോബ്ലംസും ഈ കാര്യങ്ങളും ഇതെല്ലാം പഠിച്ചതെന്ന് പറഞ്ഞാൽ എന്തിന് വിത്ത് റെസ്പെക്ട് ടു എനർജി മെത്തേഡും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചത് എന്താണ്? ഫ്രീ അൺഡാംപ്ഡ് ലോഞ്ചിറ്റ്യൂണൽ വൈബ്രേഷൻസിൻ്റെ കേസാണ്. ഡാമ്പിംഗ് അവിടെ ഇല്ലായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാംപ്ഡ് ലോഞ്ചിറ്റ്യൂണൽ വൈബ്രേഷൻസിൻ്റെ കേസാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളൊരു മേജർ പോർഷൻ കവർ ചെയ്യും. അതും കൂടെ കഴിയുമ്പോൾ, ദാറ്റ് മീൻസ് അടുത്തൊരു വീഡിയോ ഫുള്ള് ഡെറിവേഷൻസ് എനിക്ക് ഒന്ന് ഇടുന്നില്ല ഞാൻ. അത് കഴിഞ്ഞിട്ട് വേറൊരു ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് ആ ഡെറിവേഷൻ ഫുൾ കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ഒരു വീഡിയോ കൂടെ കൊണ്ട്, എനിക്ക് തോന്നുന്നു 1-2 വീഡിയോ, ഒരു 3-4 വീഡിയോ കൂടെ കൊണ്ട് നമുക്ക് ഈ ഒരു ലോഞ്ചിറ്റ്യൂണൽ വൈബ്രേഷൻ എന്ന് പറയുന്നത് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പറ്റും. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ചെയ്ത് നിർത്താനായിട്ട് പറ്റും.